ഇന്ന് നമ്മൾ 4-ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ നമ്മളെ യൂണിറ്റിൻ്റെ പേര് വോയിസസ് ഇൻ യൂണിസൺ എന്ന് പറയുന്നതാണ് പേര്. ഒരേ സ്വരത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. യൂണിറ്റി അല്ലെ, ചിത്രത്തിൽ കാണാം. ചിന്തൻ ആൻഡ് കുഞ്ഞൻ were the ലീഡേഴ്സ് ഓഫ് ദ ആൻഡ് അല്ലെ. ആൻഡ് അല്ലെ, ഉറുമ്പുകളുടെ കൂട്ടത്തിലെ ലീഡേഴ്സ് ആണ് ആര്? ചിന്തനും ആൻഡ് കുഞ്ഞനും. റൈനി സീസൺ ഈസ് കമ്മിങ്, വി നീഡ് ടു കളക്ട് സം മോർ ഫുഡ് അല്ലെ. ആൻഡ് പറയാണ്, ഡോണ്ട് വെറി, ദർ ആർ സോ മെനി ഓഫ് അസ് ടു വർക്ക് അല്ലെ. വൈൽ സെർച്ചിങ് ഫോർ ഫുഡ് ദേ റീച്ച്ഡ് എ ഗ്രാനറി. ഹായ്, ഹിയർ ഈസ് പ്ലെൻറ്റി ഓഫ് റൈസ്, ഹൗ വുഡ് വി ടേക്ക് ദിസ് ഹോം? പിക്ചറിൽ കാണാം അല്ലേ മക്കളെ? ഉറുമ്പുകൾ പറയാണ്, മഴക്കാലമാണ് വരാൻ പോകുന്നത്, നമുക്ക് കൂടുതൽ ഭക്ഷണം ശേഖരിച്ച് വെക്കണമെന്ന്. അപ്പം എന്താണ്, നമ്മൾ ഒരുപാട് പേരുണ്ടല്ലോ, നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അങ്ങനെ അവർ ഒരുപാട് റൈസുള്ളൊരു സ്ഥലത്തെത്തി അല്ലേ. ഇതെങ്ങനെ നമ്മളെ വീട്ടിലെത്തിക്കുമെന്ന് ഉറുമ്പ് ചോദിക്കുകയാണ് അല്ലേ. വി ആർ ഓൾ റെഡി അല്ലേ. മറ്റുറുമ്പുകളൊക്കെ പറയണം, ഞങ്ങളെല്ലാം തയ്യാറാണ്. ഇഫ് വി വർക്ക് ടുഗെദർ, നമ്മൾ ഒരുമിച്ച് അല്ലേ, വർക്ക് ടുഗെദർ വി വിൽ ടേക്ക് ഇറ്റ് ഈസിലി അല്ലേ. ഉറുമ്പുകൾ എന്താ പറഞ്ഞാൽ, നമ്മൾ ഒരുമിച്ചിട്ട് ഇത് വർക്ക് ചെയ്താൽ അല്ലേ, കൊണ്ടുവച്ചാൽ അത് പെട്ടെന്ന് കഴിയും. ദാറ്റ് ഈസ് ഫോർ ഷുവർ, അത് ഉറപ്പാണ് അല്ലേ, ഉറുമ്പുകൾ പറയാണ്. അപ്പോൾ ഉറുമ്പുകൾ ചെയ്യുന്നത് കണ്ടില്ലേ, എല്ലാവരും ഓരോന്നോരോന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടില്ലേ. ഇഫ് ഓൾ ബീയിങ്സ് were like us united, എല്ലാവരും ഞങ്ങളെപ്പോലെ ഇങ്ങനെ ഒരുമിച്ചിട്ട് ചെയ്യുക, then this world would be more beautiful, അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് വേൾഡ് അല്ലെ, ദിസ് വുഡ് എന്താണ് മോർ ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമാകും. ഇനി നമുക്ക് ഇൻ ടു ദ ലെസൺ, പാഠഭാഗത്തിൽ ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ലുക്ക് അറ്റ് ദിസ് പിക്ചർ, ഇറ്റ്സ് അബൌട്ട് ഹെൽപ്പിംഗ് എ പപ്പി ഈസ് ഇൻ ദ വാട്ടർ അല്ലെ. ആ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒരു വെള്ളത്തിലുള്ള പപ്പിയെ ഒരുപാട് ആളുകൾ ചേർന്ന് രക്ഷിക്കുകയാണ് അല്ലേ. എന്താണ് അവർ ചെയ്യുന്നത്? അവര് പീപ്പിൾ ആർ ഹോൾഡിംഗ് ഹാൻഡ്സ് ടു മേക്ക് എ ലോങ് ചെയിൻ ടു റീച്ച് ഇറ്റ് അല്ലേ. അവരെങ്ങനെയാണ്, ഒരു നായ്ക്കുട്ടി വെള്ളത്തിൽ വീണ് കിടക്കുന്നുണ്ട് അല്ലേ, ആളുകൾ എന്താണ് ഒരു ചങ്ങല പോലെ കൈകോർത്ത് പിടിച്ചിട്ട് അതിനെടുത്ത് മുകളിലേക്ക് കൊണ്ടെത്താൻ അല്ലേ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ചിത്രത്തിൽ കാണാം. ദിസ് ഇമേജ് റിമൈൻഡ് ആസ് ദ വേർഡ്സ് ഓഫ് ഹെലൻ കെല്ലർ. ഈ ചിത്രത്തിലൂടെ നമുക്ക് എന്താണ് ഹെലൻ കെല്ലറിന്റെ ഒരു വാക്കാണ് ഓർമ്മ വരുന്നത്. വെൻ വി ആർ അലോൺ വി കാൻറ്റ് ഡു മച്ച്, but when we work together we can do a lot. It means it's good to help each other അല്ലേ. അവരെല്ലാം ഒന്നിച്ച് ചേർന്ന് ഒരു നായക്കുട്ടിയെ രക്ഷിക്കാൻ നോക്കുകയാണ് അല്ലേ. മറ്റുള്ളവരെ സഹായിക്കാൻ ഒന്നിച്ച് നിൽക്കുന്നത് എന്താണ്? മഹത്വരമാണ്. എന്താണ് ഹെലൻ കെല്ലർ പറയുന്നത്? എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്. ഒറ്റയ്ക്ക് നമുക്ക് അധികമൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഒന്നിച്ച് നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഹെലൻ കെല്ലർ ആരാണ്? ഹെലൻ ആഡംസ് കെല്ലർ വാസ് ആൻ അമേരിക്കൻ ഓഥർ, ഡിസബിലിറ്റി റൈറ്റ്സ് advocate, the political activist. She was born on June 27th, 1818. She lost her sight and her hearing due to an illness. അല്ലേ. അപ്പോൾ ഹെലൻ കെല്ലർ എന്താണ്, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള വുമൺ ആയിരുന്നു അല്ലേ. എന്താണ്, അമേരിക്കയിലുള്ള ഓഥറാണ്, ഒരു കവി, പോയറ്റിക് ആക്ടിവിസ്റ്റ് ആണ് അല്ലേ. ഹെലൻ കെല്ലറിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ലുക്ക് അറ്റ് ദ പിക്ചർ, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 36, 36ാമത്തെ പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ? ഹൗ അല്ലേ, കുട്ടികൾ പരസ്പരം സഹായിക്കുന്നുണ്ടോ? കുട്ടികൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഹാവ് യു വർക്ക്ഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു മേക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ്? ഷെയർ യുവർ എക്സ്പീരിയൻസ്. അതായത് രസകരമായിട്ടുള്ള എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കൂട്ടുകാരോടൊത്ത് ഏർപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനാണ് പറയുന്നത് അല്ലേ. നമുക്ക് ഫസ്റ്റ് ചോദ്യത്തെ എന്താണ്? വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഐ സീ ചിൽഡ്രൻ
പ്ലേയിങ് ഓൺ എ സാൻഡി ബീച്ച് അല്ലേ, സാൻഡി മണ്ണ് നിറഞ്ഞ ബീച്ചിൽ അല്ലേ കളിക്കുകയാണ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്, എന്താണ് കുട്ടികൾ കാണിക്കുന്നത്? ദേ ആർ വർക്കിംഗ് ടുഗദർ ആൻഡ് ഹാവിങ് ഫൺ അല്ലെ, ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട് അല്ലെ, അവർ തമാശകൾ പറഞ്ഞ്. ദേ ആർ ബിൽഡിംഗ് എ സാൻഡ് കാസ്റ്റൽ അല്ലെ, മണ്ണ് കൊണ്ടൊരു കൊട്ടാരം പണിയുന്നുണ്ട്. പിന്നെ ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ, നിങ്ങൾ കരുതുന്നുണ്ടോ? യെസ്, ദേ ആർ ഹെൽപ്പിംഗ് ഈച്ച് അതർ ടു ബിൽഡ് ദ കാസ്റ്റൽ അല്ലെ, അവർ പരസ്പരം ഒരു കാസ്റ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ദ റെയിൻബോ പീപ്പിൾ, മഴവിൽ മനുഷ്യർ അല്ലെ, സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പാക്കാൻ ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ചാണ് ഈ കഥ പറയുന്നത് അല്ലെ. ബെനെറ്റ് ദ ക്വൈറ്റ് സ്കൈ, സ്വച്ഛമായ ആകാശത്തിന് താഴെ. പേജ് നമ്പർ 37 ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 37 നോക്കുക. ചിത്രം കണ്ടില്ലേ നിങ്ങളെ? അതിലെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. റീഡ് ദ പിക്ചർ. വാട്ട് ആർ ദ പീപ്പിൾ ഡൂയിങ് ഇൻ ദ പിക്ചർ, ഈ പിക്ചറിലെ ആളുകൾ എന്താ ചെയ്യുന്നത്? ഹു ഈസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ, ആരാണ് മരത്തിന് താഴെ ഇരിക്കുന്നത് അല്ലെ. പീപ്പിൾ ആർ റെസ്റ്റിംഗ്, റിലാക്സിങ് ആൻഡ് ടോക്കിംഗ്. ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട് സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദ സ്റ്റാൻഡ് അല്ലെ. എന്താണ് അവിടെ പ്യൂപ്പിള് റെസ്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്, റിലാക്സിങ് അല്ലെ, പരസ്പരം സംസാരിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ അല്ലെ തറയിൽ കിടക്കുന്നത് കാണുന്നുണ്ട്. പിന്നെന്താണ്, അതുപോലെ തന്നെ സ്കെച്ചിങ് അല്ലെ, സ്കെച്ച് ചെയ്യുന്നത് കാണുന്നുണ്ട് സാൻഡില്, മണ്ണില് അല്ലെ, സം പാറ്റേൺസ് ഒക്കെ. ഇനി മരത്തിന് താഴെ കാണുന്നത് ആരെയാണ്? എ വുമൺ, ഒരു സ്ത്രീയെയാണ് കാണുന്നത് അല്ലെ. ഇനി ലെസൺ. On a vast sandy land, there was a warm and peaceful village. ഒരിടത്ത് വിശാലമായിട്ടുള്ള ഒരു മണൽ പരപ്പിൽ ഊഷ്മളവും ശാന്തവുമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. The villagers were simple and kind-hearted. They had never met any outsiders. ഗ്രാമീണർ എന്താണ്? ലളിതമായ ജീവിതം നയിക്കുന്നവരും ദയയുള്ളവരുമായിരുന്നു. അവർ എന്താണ്? ഒരിക്കലും പുറത്തു നിന്നുള്ളവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. They enjoyed the calm and quiet life of their village. അവരുടെ ഗ്രാമത്തിലെ ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം അവർ ഒരുപാട് ആസ്വദിച്ചിരുന്നു. One bright morning, the sun sprinkled its glowing golden light across the wide and clear sky. ഒരു തെളിഞ്ഞ പ്രഭാതത്തിലെ വിശാലവും തെളിഞ്ഞതുമായ ആകാശത്ത് എന്താണ്? സൂര്യൻ തിളങ്ങുന്ന സ്വർണ്ണ വെളിച്ചം വിതറി നിന്നു. The villagers gathered in their usual spots. ഗ്രാമവാസികൾ എന്താണ്? അവർ സാധാരണ കൂടിച്ചേരാറുള്ള സ്ഥലങ്ങളിൽ ഒത്തുകൂടി. Some rested under the shade of tall trees. ചിലരെ വലിയ മരങ്ങൾക്കു താഴെ തണലിൽ വിശ്രമിച്ചു. Some people sat cross-legged on the soft land. ചിലരെ മൃദുവായ മണലിൽ കാലുകൾ പിണച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. A few children lay on the ground sketching patterns in the sand with the sticks. കുറച്ച് കുട്ടികൾ നിലത്ത് കിടന്നിട്ട് മണലിൽ കമ്പുകൾ കൊണ്ട് രൂപങ്ങൾ വരച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് നോക്കാം. വാട്ട് മെയ്ഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ? എന്താണ് ഗ്രാമത്തെയും അവിടെയുള്ള ആളുകളെയും പ്രത്യേകതയാക്കിയിട്ടുള്ളത്? The village and its people were special because they were simple and kind-hearted. They lived a calm and quiet life, and they had never met any outsiders. Second question, have you ever drawn pictures on sand? When and where? നിങ്ങൾ എപ്പോഴെങ്കിലും മണലിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടോ? എപ്പോഴാണ്? എവിടെ വെച്ചിട്ടാണ്? Yes, I have drawn pictures on the sand when I visited the beach in the Kovalam last summer. ഇതിലെ നമുക്ക് വേർഡ് മീനിങ് നോക്കാം. വാസ്റ്റ് എന്ന് പറഞ്ഞ വൈഡ്, വിശാലമായ. പീസ്ഫുൾ എന്ന് പറഞ്ഞ കാം, ക്വയറ്റ്, സമാധാനപൂർണം. കൈൻഡ് ഹേർട്ടഡ് എന്ന് പറഞ്ഞ സംവൺ ഹൂ ഈസ് നൈസ്, അതായത് ദയാലു. ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ്, അപരിചിതർ.
കാം എന്ന് പറഞ്ഞാൽ ക്വയറ്റ്, ശാന്തമായ. സ്പ്രിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ സ്പ്രേഡ്, തളിച്ചു. അതുപോലെ ഗ്യാതേർഡ് എന്ന് പറഞ്ഞാൽ കെയിം ടുഗദർ ഇൻ വൺ പ്ലേസ്, ഒത്തുചേർന്നു. ക്രോസ് ലെഗ്ഡ് എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് വിത്ത് യുവർ ലെഗ്സ് ഫോൾഡഡ്, കാല് പിണച്ചിരിക്കുക. സ്കെച്ചിങ് എന്ന് പറഞ്ഞാൽ റഫ് ഡ്രോയിങ്, രൂപരേഖ. ഇതിലെ ഓപ്പോസിറ്റ് വേർഡ്സ്: വാസ്റ്റിന്റെ ഓപ്പോസിറ്റ് നാരോ, പീസ്ഫുൾ നോയ്സി, കൈൻഡ് ക്രൂവൽ, ഔട്ട്സൈഡേഴ്സ് ഇൻസൈഡേഴ്സ്, ക്വയറ്റ് ലൗഡ്, ബ്രൈറ്റ് ഡാർക്ക്, സോഫ്റ്റ് ഹാർഡ്. അടുത്തത് ദ സ്ട്രേഞ്ച് ബ്രീസ്, വിചിത്രമായ കാറ്റ്. പേജ് നമ്പർ 38 ചിത്രം നോക്കുക. റീഡ് ദ പിക്ചർ. വാട്ട് ഹാപ്പൻ വെൻ ദ വിൻഡ് ബ്ലൂ? കാറ്റടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഹൗ ഡിഡ് പീപ്പിൾ ഷോ സർപ്രൈസ്? കാറ്റടിച്ചപ്പോൾ റിബൺസ് ഫെൽ ഫ്രം ദ സ്കൈ. They said wow and their eyes got wide. അല്ലേ? നമുക്ക് നോക്കാം. Suddenly a warm breeze swept through the village and made the air feel different and magical. Everyone looked upward. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ഗ്രാമത്തിലൂടെ ഊഷ്മളമായ ഒരു കാറ്റ് വീശി. അതോടെ വ്യത്യസ്തവും മാന്ത്രികവുമായ ഒരു അന്തരീക്ഷം സംജാതമായി. എല്ലാവരും മുകളിലേക്ക് നോക്കി. Wow, that a beautiful sight. Their eyes widened in wonder. കൊള്ളാം, എത്ര മനോഹരമായ കാഴ്ച. അവരുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. Colorful ribbons began to fall from the sky, fluttering like butterflies. ചിത്രശലഭങ്ങളെ പോലെ ആകാശത്ത് നിന്ന് വർണ്ണാഭമായ റിബണുകൾ വീഴാൻ തുടങ്ങി. Blue ribbons drifted down and red ones spun like a magical top. നീല റിബണുകൾ താഴേക്ക് ഒഴുകി ഇറങ്ങി. ചുവന്ന റിബണുകളോ ഒരു മാന്ത്രിക പമ്പരം പോലെ കറങ്ങി. Yellow ribbons floated like shedding autumn leaves. ശരത്ത് കാലത്ത് ഇലകൾ പൊഴിയുന്നത് പോലെ മഞ്ഞ റിബണുകൾ പറന്നു നടന്നു. Green ones fell like fresh grass. പച്ച നിറത്തിലുള്ളവയോ ഇളം പുല്ല് പോലെ താഴേക്കു വീണു. ഇനി ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വാട്ട് ഹാപ്പൻ വെൻ ദ ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ്? ഗ്രാമത്തിലൂടെ ഇളം കാറ്റ് വീശിയപ്പോൾ എന്താണ് സംഭവിച്ചത്? കളർഫുൾ റിബൺസ് ഫെൽ ഫ്രം ദ സ്കൈ. വിച്ച് സെന്റൻസ് ഇറ്റ് ദ സ്റ്റോറി ഷോസ് ദാറ്റ് ദ പീപ്പിൾ വർ സർപ്രൈസ്ഡ്? ആളുകളുടെ ആശ്ചര്യപ്പെട്ടു എന്ന് കാണിക്കുന്ന കഥയിലെ വരികൾ ഏതാണ്? They said wow and their eyes got wide. ഈ പാഠഭാഗത്തെ ഓപ്പോസിറ്റ് വേർഡ്സ് നോക്കാം. അപ്പിന്റെ ഓപ്പോസിറ്റ് ഡൗൺ, ഡിഫറെന്റ്, സെയിം, ബ്യൂട്ടിഫുൾ, അഗ്ലി, ഫെൽ, നോസ്. ഇതിലെ വേർഡ് മീനിങ്: സ്വപ്റ്റ് എന്ന് പറഞ്ഞാൽ മൂഡ് ഫാസ്റ്റ്, വേഗത്തിൽ നീങ്ങുക. മാജിക്കൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് മാജിക്, മാന്ത്രികം. വണ്ടർ എന്ന് പറഞ്ഞാൽ ബിഗ് സർപ്രൈസ്, അത്ഭുതം. ഫ്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ വേവിങ് ജെന്റ്ലി, ചിറകടിക്കുന്നു. ഡ്രിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടഡ് സ്ലോലി, ഒഴുകിപ്പോയി. ഷെഡിങ് എന്ന് പറഞ്ഞാൽ ഫാളിങ് ഓഫ്, പൊഴിക്കുക. ഇനി റിബൺസ് ഓഫ് വണ്ടർ, അത്ഭുത റിബണുകൾ. പേജ് നമ്പർ 39, 39ാമത്തെ പേജിലെ പിക്ചർ നോക്കുക. റീഡ് ദ പിക്ചർ. What do you see in the sky? What color clothes are the people wearing? There are colorful ribbons falling from the sky. People are wearing clothes in red, blue and green. ഈ പാഠഭാഗം നമുക്ക് നോക്കാം. The villagers ran and eagerly grabbed the ribbons. ഗ്രാമവാസികൾ ഓടിച്ചെന്ന് ആവേശത്തോടെ റിബണുകൾ കൈക്കലാക്കി, അല്ലേ? They tied them around themselves. The color of the ribbon seemed to spread on their skin. അവർ റിബണുകൾ തങ്ങളുടെ ശരീരത്തിന് ചുറ്റും കെട്ടി. റിബണുകളുടെ നിറം അവരുടെ ചർമ്മത്തിലേക്ക് പടർന്നതായിട്ട് തോന്നി. Lily's blue ribbon made her resemble the sky. ലില്ലിയുടെ നീല റിബൺ എന്തേയി? അവളുടെ നിറം ആകാശ നീലിമ പോലെയാക്കി. അവളുടെ നിറം, അല്ലേ? Mac's red ribbon made him beam like the setting sun. മാക്സിന്റെ ചുവന്ന റിബൺ അവനെ അസ്തമയ സൂര്യനെ പോലെ പ്രകാശിപ്പിച്ചു.
Mia's green ribbon gave her the look of a lush green forest. മിയയുടെ പച്ച റിബൺ അവൾക്ക് ഒരു ഹരിതവനത്തിന്റെ പ്രതീതി നൽകി. ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. ലിയോയുടെ മഞ്ഞ റിബണോ അവനെ സൂര്യനെ പോലെ പ്രകാശിപ്പിച്ചു. They danced and played. It looked like a vibrant plumage of a peacock. അവർ നൃത്തം ചെയ്യുകയും കളിക്കുകയും ചെയ്തു. എങ്ങനെ? അത് ചടുല നൃത്തം ചെയ്യുന്ന ഒരു മയിലിന്റെ പീലികൾ പോലെ കാണപ്പെട്ടു. ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. വാട്ട് ഹാപ്പൻ വെൻ ദേ tied the ribbons around their body? അവരുടെ ശരീരത്തിന് ചുറ്റും റിബൺ കെട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? When they tied the ribbons around themselves, the color of the ribbons seemed to spread onto their skin. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺ ബ്രിങ് ഇൻ ദ പ്യൂപ്പിൾ? എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് റിബൺ ആളുകളിൽ കൊണ്ടുവന്നത്? ദ റിബൺ മെയ്ഡ് പ്യൂപ്പിൾസ് അപ്പിയറൻസ് ചേഞ്ച്. ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ ലുക്ക് ലൈക്ക് ദ സ്കൈ. മാക്സ് റെഡ് റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സെറ്റിംഗ് സൺ. Mia's green ribbon made her look like a lush green forest. Leo's yellow ribbon made him shine like the sun. They also started to dance and play looking like a vibrant peacock feathers. ഇതിലെ ഓപ്പോസിറ്റ് വേർഡ്സ് ഈഗേർലി എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് അൺവില്ലിംഗ്ലി, ഗ്രാബ്ഡ്, റിലീസ്ഡ്, ലഷ്, ബാരൻ, വൈബ്രന്റ്, ഡൾ. വേർഡ് മീനിങ് നോക്കാം. ഈഗേർലി എക്സൈറ്റഡ്ലി ആകാംക്ഷയോടെ, ഗ്രാബ്ഡ് ടുക്ക് സൈസ്ഡ് പിടിച്ചു, റിസംബിൾ ബി ലൈക്ക് സംവൺ ഓർ സംതിങ് സാദൃശ്യം, ബീം ഷൈൻ തിളങ്ങുക, ലഷ് റിച്ച് ആൻഡ് അബണ്ടന്റ് സമൃദ്ധമായ, വൈബ്രന്റ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആൻഡ് സ്ട്രിക്ട്ലി ഊർജ്ജസ്വലമായ, പ്ലംസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഫെതേഴ്സ് നേർത്ത തൂവലുകൾ. ഇനി അടുത്ത ഭാഗം നോക്കാം. വാൾസ് ഓഫ് കളേഴ്സ് നിറങ്ങളുടെ മതിലുകൾ. പേജ് നമ്പർ 40 നോക്കുക. അതിൻ്റെ പിക്ചേഴ്സ് നോക്കുക. ആക്ടിവിറ്റി ലെറ്റ്സ് റീഡ് ദ പിക്ചർ. വാട്ട് ആർ ദ പീപ്പിൾ ഹോൾഡിംഗ്? ഹൗ ഡു ദ പീപ്പിൾ ലുക്ക്? എന്താണ് അവിടെയുള്ള ആളുകളുടെ കയ്യിലുള്ളത്? എന്താണ് കയ്യിൽ അവർ ഹോൾഡ് ചെയ്യുന്നത്? കളർഫുൾ റിബൺസ് ആണ്. ഹൗ ഡു ദ പീപ്പിൾ ലുക്ക്? എങ്ങനെയാണ് കാണാൻ? ദേ ലുക്ക് സർപ്രൈസ്ഡ് അല്ലേ? ഇനി നമുക്ക് ലെസൺ നോക്കാം. ബട്ട് സൂൺ എ കോൾഡ് വിൻഡ് ബ്ലൂ ത്രൂ ദ വില്ലേജ്. പക്ഷെ പെട്ടെന്ന് ഗ്രാമത്തിലൂടെ ഒരു തണുത്ത കാറ്റ് വീശി. It started to change their appearance. I am blue, Lily cried. I am red, Max shouted. അത് അവരുടെ രൂപഭാവങ്ങൾ മാറ്റാൻ തുടങ്ങി. ഞാൻ നീലയാണ്, ലില്ലി കരഞ്ഞു. ഞാൻ ചുവപ്പാണ്, മാക്സ് അലറി. We look so different, Leo said, frightened. നമ്മൾ വളരെ വ്യത്യസ്തരായി കാണപ്പെടുന്നു, ലിയോ ഭയത്തോടെ പറഞ്ഞു. The people separated by colors moved to different corners of the village. നിറങ്ങളാൽ വേർതിരിക്കപ്പെട്ട ആളുകൾ ഗ്രാമത്തിന്റെ വിവിധ കോണുകളിലേക്ക് മാറി. Max with his red ribbon told the ones who had red ribbons, we need to stick together. ചുവന്ന റിബൺ ധരിച്ച മാക്സ് ചുവന്ന റിബൺ ധരിച്ച മറ്റുള്ളവരോട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. Lily with her blue ribbon said, we need to stay safe. The green and yellow group did the same. നീല റിബൺ ധരിച്ച ലില്ലി പറഞ്ഞു, നമ്മൾ ഒന്നിച്ച് സുരക്ഷിതരായിരിക്കണം. പച്ചയും മഞ്ഞയും നിറമുള്ള സംഘങ്ങളും അതുതന്നെ ചെയ്തു. ഈച്ച് ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട് ദെയർ കോർണേഴ്സ്. ഓരോരുത്തരും അവരുടെ ഭാഗങ്ങൾക്ക് ചുറ്റും വലിയ മതിലുകൾ പണിതു. ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. Why did the people build big wall around? എന്തിനാണ് ആളുകൾ ചുറ്റിനും മതിലുകൾ പണിയുന്നത്? എന്തിനാണ്? The people built big walls around their corners to stick together with those of their own color group and to stay safe from others. Did you agree with their decision? Why? അവരുടെ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? No, I do not agree with their decision. Building walls creates separation and fear among different groups. ഇതിലുള്ള വേർഡ് മീനിങ്സ് നോക്കാം. ബ്ലൂ എന്ന് പറഞ്ഞാൽ മൂഡ് ബൈ എയർ ഓർ വിൻഡ് വീശി. ചേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ബിക്കം ഡിഫറെൻറ്റ് മാറി.
അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ദ വേ സമ്മൺ ഓർ സംതിങ് ലുക്സ്, രൂപഭാവങ്ങൾ. ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ സ്പോക്ക് ഓർ ക്രൈഡ് ഔട്ട് ഇൻ ദ ലക്കി വോയിസ്, ഉറക്കെ പറഞ്ഞു കരയുക അല്ലെ, ഉറക്കെ പറഞ്ഞു. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ അഫ്രൈഡ്, ഭയന്നു. സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ്, വേർതിരിച്ചു. കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ ദ പോയിന്റ്സ് ഓർ ഏരിയ വേർ ടു ലൈൻസ് ഓർ സൈഡ്സ് മീറ്റ്, മൂലകൾ. റിബൺസ് എന്ന് പറഞ്ഞാൽ നേരോ സ്ട്രിപ്സ് ഓഫ് ഫാബ്രിക് ഓർ മെറ്റീരിയൽസ് ഓഫ്റ്റൻ യൂസ്ഡ് ഫോർ ഡെക്കറേഷൻസ്. സ്റ്റിക്ക് ടുഗദർ ബിൽഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു ഈച്ച് അതർ, ഒന്നിച്ച് നിൽക്കുക. ബിൽട്ട് എന്ന് പറഞ്ഞാൽ മെയ്ഡ്, നിർമ്മിച്ചു. ഇനി അടുത്ത ഭാഗം നോക്കാം. എ ട്രബിൾ അൺഫോൾഡ്, പേജ് നമ്പർ 41, 41ാമത്തെ പേജ് നമ്പർ നോക്കുക. ഒരു പ്രശ്നം ഉരുത്തിരിയുന്നു അല്ലെ. ലെറ്റ്സ് read the picture. How many walls you can see in the picture? എത്ര വാൾസ് ആണ് ഈ പിക്ചറിൽ കാണുന്നത്? 4, 4 എണ്ണം അല്ലെ. ഇനി ലെസൺ നോക്കാം. Days passed. The red group had water but no food. I am hungry. Max complained. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ചുവന്ന ഗ്രൂപ്പിന് വെള്ളമുണ്ടായിരുന്നു, പക്ഷെ എന്താണ്, ഭക്ഷണം ഉണ്ടായിരുന്നില്ല. എനിക്ക് വിശക്കുന്നു, മാക്സ് പരാതിപ്പെട്ടു. The blue group had food but no water. I am thirsty, Lily said. നീല ഗ്രൂപ്പിന് ഭക്ഷണം ഉണ്ടായിരുന്നു, പക്ഷെ വെള്ളം ഉണ്ടായിരുന്നില്ല. എനിക്ക് ദാഹിക്കുന്നു, ലില്ലി പറഞ്ഞു. The green group had wood but no shelter. Where is wet? Mia replied. അല്ലെ, പച്ച ഗ്രൂപ്പിന് എന്താണ്, വിറകുണ്ടായിരുന്നു, പക്ഷെ പാർപ്പിടമില്ല. അപ്പൊ ഞങ്ങൾ നനഞ്ഞിരിക്കുകയാണ്, മിയ പറഞ്ഞു. The yellow group has shelter but no firewood. I am cold, Leo shivered. The cry for help sounded like a chorus. മഞ്ഞ ഗ്രൂപ്പിന് എന്താണ്, പാർപ്പിടം ഉണ്ടായിരുന്നു, പക്ഷേ വിറകില്ലായിരുന്നു. എനിക്ക് തണുപ്പാണ്, ലിയോ വിറച്ച് സഹായത്തിനായുള്ള നിലവിളികൾ ഒരു സംഘഗാനം പോലെ മുഴങ്ങി. Hearing the helpless call, a stranger arrived. നിസ്സഹായായ നിലവിളികൾ കേട്ട് ഒരു അപരിചിതനാണ് അവിടേക്ക് എത്തിയത്. Why are you hiding the shouting? He asked. എന്തിനാണ് നിങ്ങൾ ഒളിച്ചിരുന്ന് നിലവിളിക്കുന്നത്? അയാൾ ചോദിച്ചു. ഇനി ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. What problem did each of the colored group faced? ഓരോ നിറത്തിലുള്ള ഗ്രൂപ്പും എന്ത് പ്രശ്നമാണ് നേരിട്ടത്? റെഡ് ഗ്രൂപ്പ്, they had water but no food. Blue group, this group had food but no water. Green group, they had wood but no shelter. Then yellow group, this group had shelter but no firewood. ഇനി ഇതിലെ വേർഡ് മീനിങ് നോക്കാം. ഷെൽറ്റർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ, അഭയം. ഫയർവുഡ് എന്ന് പറഞ്ഞാൽ വിറക്. ഷിവേർഡ് എന്ന് പറഞ്ഞാൽ ഷുക്ക് ഡ്യൂ ടു ദ കോൾഡ് ഓർ ഫിയർ, വിറച്ചു. സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ അപരിചിതൻ. ഇനി പാത്സ് വേ ടു യൂണിറ്റി, ഐക്യത്തിലേക്കുള്ള വഴി. പേജ് നമ്പർ 42, 42ാമത്തെ പേജ് നമ്പർ നോക്കുക. ഹൗ മെനി ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ആർ ഇൻ ദ പിക്ചർ? എത്ര ഗ്രൂപ്പ് കാണുന്നുണ്ട്? 4 അല്ലെ, 4 ഗ്രൂപ്പാണ്. വാട്ട് ഡു യു സീ അറൌണ്ട് ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്റ്റാൻഡിങ്? വാൾസ് ആണ് അല്ലെ, ഓരോ ഗ്രൂപ്പിന് ചുറ്റും എന്താണ്, വാൾസുകളാണ് കാണുന്നത്. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. We live only with those of our color. Someone replied. നമ്മൾ നമ്മുടെ നിറമുള്ളവരോട് ഒപ്പം മാത്രമാണ് ജീവിക്കുന്നത്. ആരോ മറുപടി പറഞ്ഞു. We need to survive. Lily spoke up. നമുക്ക് അതിജീവിക്കണം, ലില്ലി ഉറക്കെ പറഞ്ഞു. We need water. The blue group said loudly. ഞങ്ങൾക്ക് വെള്ളം വേണം, നീലസംഘം ഉച്ചത്തിൽ പറഞ്ഞു. Who will bring us food? The red group asked. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരിക? ചുവന്ന സംഘം ചോദിച്ചു. Shelter is essential for us. The green group said. ഞങ്ങൾക്ക് പാർപ്പിടം അത്യാവശ്യമാണ്, പച്ച സംഘം പറഞ്ഞു. We need warmth. The yellow group shouted. ഞങ്ങൾക്ക് ചൂട് വേണം, മഞ്ഞ സംഘം അലറി. ഇനി ഇതിലെ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ടുഗദർ എന്ന് ഓപ്പോസിറ്റ് എലോൺ ആണ്. ഹാപ്പി, സാഡ്. ഷെയർ, കീപ്. Firmly, weakly. Essential, unnecessary. Hopeful, hopelessly. ഇനി they all panicked and they hopefully looked at the shining eyes of the stranger. എല്ലാവരും പരിഭ്രാന്തരായിരുന്നു അല്ലെ, അപരിചിതന്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് അവർ എന്താണ്, പ്രതീക്ഷയോടെ നോക്കി. He smiled gently and advised, share what you have.
യു വിൽ ബി ഹാപ്പി. അയാൾ സൗമ്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഉപദേശിച്ചു. നിങ്ങൾക്ക് ഉള്ളത് പങ്കിടൂ, നിങ്ങൾ സന്തോഷമുള്ളവരാകും. ഷെയർ ആസ്ക്ഡ് ദ pupil together. പങ്കിടുകയോ? ആളുകൾ ഒരുമിച്ച് ചോദിച്ചു. വി കനോട്ട്, they said firmly. ഞങ്ങൾക്ക് കഴിയില്ല, അവർ ഉറപ്പിച്ചു പറഞ്ഞു. The strangers smiled and said, sharing is the only way. അപരിചിതൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പങ്കിടുക എന്നതാണ് ഏക മാർഗം. അല്ലെ? ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. Why did the pupil refuse to share their things? ആളുകൾ അവരുടെ വസ്തുക്കൾ പങ്കിടാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ടായിരിക്കാം? The pupil refused to share because they lived only with those of their own color and didn't want to mix to trust other. What was the stranger's advice? അപരിചിതന്റെ ഉപദേശം എന്തായിരുന്നു? The stranger advised them to share what they had, saying that sharing is the only way survive and it would make them happy. If they do not listen to the strangers advice, what might happen? അപരിചിതന്റെ ഉപദേശം അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? If they do not listen to the strangers advice, they will continue to suffer without food, water, shelter and warmth, and they will remain unhappy and divided. ഇനി ഇതിലെ വേർഡ് മീനിങ്, സർവൈവ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റേ അലൈവ് ഓർ കണ്ടിന്യൂ ടു ലിവ്, അതിജീവിക്കുക. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് ഓർ നെസസറി, അത്യാവശ്യമായ. പാനിക്ഡ് എന്ന് പറഞ്ഞാൽ ബിക്കം വെരി ഫ്രൈറ്റൻഡ് ഓർ ആൻഷ്യൻ്റ്, പരിഭ്രാന്തരായി. ഹോപ്പ്ഫുള്ളി എന്ന് പറഞ്ഞാൽ വിത്ത് എ ഫീലിംഗ് ഓഫ് ഹോപ്പ് ഓർ എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷയോടെ. ഫേംലി എന്ന് പറഞ്ഞാൽ ഇൻ എ സ്ട്രോങ് ആൻഡ് ഡിറ്റർമൈൻഡ് വേ, ഉറച്ച. ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ഗിവിംഗ് പാർട്ട് ഓഫ് ദ വാട്ട് യു ഹാവ് ടു അതേഴ്സ്, പങ്കിടുക. ഡാൻസ് ഓഫ് കളേഴ്സ്. അടുത്തത് പേജ് നമ്പർ 42 ആണ്. നിറങ്ങളുടെ നൃത്തം. റീഡ് ദ പിക്ചർ. വാട്ട് ഡു യു സീ ബിഹൈൻഡ് ദ പ്യൂപ്പിൾ? എ റെയിൻബോ. അല്ലെ, റെയിൻബോ, മഴവില്ലാണ് കാണുന്നത്. വാട്ട് മൈറ്റ് ദ പ്യൂപ്പിൾ ഹാവ് ലേൺഡ്? ടു ലീവ് ആൻഡ് ഷെയർ ടുഗദർ. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. ദ വില്ലേജേഴ്സ് ലുക്ക് അറ്റ് ഈച്ച് അതർ, ദേ ത്രോ ഫോർ എ വൈൽ. ഗ്രാമവാസികൾ പരസ്പരം നോക്കി, അവരെന്താണ്, അല്പനേരം ആലോചിച്ചു. സ്ലോലി ദേ ബിഗാൻ ടു ഷെയർ വാട്ട് ദേ ഹാഡ്, ദെൻ എ മിറാക്കിൾ ഹാപ്പൻഡ്. പതുക്കെ അവർ തങ്ങൾക്കുള്ളത് പങ്കിടാൻ തുടങ്ങി. അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. എവ്രിവൺ ഗോട്ട് എവ്രിതിങ് ദേ നീഡഡ്. എല്ലാവർക്കും ആവശ്യമായതെല്ലാം ലഭിച്ചു. സ്ലോലി ഹാപ്പിനെസ് ബിഗാൻ ടു സ്പ്രെഡ് ഇൻ ദ എൻറ്റയർ വില്ലേജ്. പതുക്കെ ഗ്രാമത്തിൽ മുഴുവൻ സന്തോഷം പടരാൻ തുടങ്ങി. They pulled down their walls and combined their ribbons. അവർ തങ്ങളുടെ മതിലുകൾ പൊളിച്ചു മാറ്റി റിബണുകൾ കൂട്ടിച്ചേർത്തു. All the ribbons together turned into a beautiful rainbow. The pupil looked at the rainbow and danced, calling themselves the rainbow pupil. എല്ലാ റിബണുകളും ഒരുമിച്ച് ചേർന്ന് മനോഹരമായ ഒരു മഴവില്ലായിട്ട് മാറി. ആളുകൾ എന്താണ്, മഴവില്ലിനെ നോക്കി നൃത്തം ചെയ്തു. അവർ സ്വയം മഴവില്ല് മനുഷ്യർ എന്ന് വിളിച്ചു. The rainbow ribbon became a symbol of their newly found unity and joy. മഴവിൽ റിബൺ അവർക്ക് പുതിയതായിട്ട് കൈവന്ന ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായിട്ട് മാറി. The warm breeze returned and rainbow people felt happy. They lived together in harmony. ഉഷ്മളമായ കാറ്റ് തിരിച്ചെത്തി. മഴവിൽ മനുഷ്യർക്ക് വലിയ സന്തോഷം തോന്നി. അവർ ഐക്യത്തോടെ ഒരുമിച്ച് ജീവിച്ചു. ഇതിലെ വേർഡ് മീനിങ്, മിറാക്കിൾ എന്ന് പറഞ്ഞാൽ എ വണ്ടർഫുൾ ഇവന്റ് ദാറ്റ് സീംസ് ഇമ്പോസിബിൾ ഓർ മാജിക്കൽ, അത്ഭുതം. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എ ഫീലിംഗ് ഓഫ് ജോയ് ആൻഡ് കണ്ടൻമെന്റ്, സന്തോഷം. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ടു മൂവ് ആൻഡ് റീച്ച് മോർ പീപ്പിൾ ഓർ പ്ലേസ്, പടരുക. ആൻഡ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബീയിങ് ടുഗദർ ഓർ ജോയിൻഡ് ആസ് വൺ, ഒരുമ. ഹാർമണി എന്ന് പറഞ്ഞാൽ ലിവിങ് പീസ്ഫുള്ളി ആൻഡ് ഹാപ്പിലി ടുഗദർ, ഐക്യം. ഇനി ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നോക്കാം. ദ വില്ലേജേഴ്സ് പുൾ ഡൗൺ ദെയർ വാൾസ്. വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? ഗ്രാമവാസികൾ മതിലുകൾ പൊളിച്ചു മാറ്റി. അടുത്തതായിട്ട് എന്താ സംഭവിച്ചത് അപ്പോൾ? ആഫ്റ്റർ പുള്ളിങ് ഡൗൺ ദെയർ വാൾസ്, the villagers
combined their weapons, which formed a beautiful rainbow. They called themselves the Rainbow People and danced with joy. The rainbow became a symbol of their unity and happiness. They lived together in harmony. ഓക്കെ മക്കളെ, നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിക്കുകയാണ്. നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് വിൽ ബി കണ്ടിന്യൂഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ആക്ടിവിറ്റി ബാക്കി ഭാഗത്തിൽ ഉൾപ്പെടുത്താം. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.